സംഖ്യാപുസ്തകം 34 അധ്യായം. യഹോവ പിന്നെയോടും മോശെയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളോടു നീ കല്പിക്കേണ്ടതെന്തെന്നാൽ, നിങ്ങൾ കാനാൻ ദേശത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിൻ്റെ അതിർ ഇങ്ങനെയായിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിൻ്റെ വശത്തുകൂടിയായിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റം തുടങ്ങിയായിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിനു തെക്കോട്ടു തിരിഞ്ഞു സീനിലേക്ക് കടന്നു കാദേശ് ബർന്നേയയുടെ തെക്കു അവസാനിക്കണം. അവിടെ നിന്നു ഹസർ ആദാർ വരെ ചെന്നു ആസ്മോനിലേക്ക് കടക്കണം. പിന്നെ അതിർ ആസ്മോൻ തുടങ്ങി മിസ്രയീം തോട്ടത്തിലേക്ക് തിരിഞ്ഞു സമുദ്രത്തിങ്കൽ അവസാനിക്കണം. പടിഞ്ഞാറോ മഹാസമുദ്രം അതിറായിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറെ അതിർ. വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരാകണം. ഹോർ പർവ്വതം മുതൽ ഹാമാത്ത് വരെ അതിരാക്കണം. സേദാദിൽ ആ അതിർ അവസാനിക്കണം. പിന്നെ അതിർ സിഫ്രോൻ വരെ ചെന്നു ഹാസാർ ഏനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കേ അതിർ. കിഴക്കോ ഹാസാർ ഏനാൻ തുടങ്ങി ശേഫാം വരെ നിങ്ങളുടെ അതിരാക്കണം. ശേഫാം തുടങ്ങി ആ അതിർ ആയിൻ്റെ കിഴക്കുഭാഗത്തെ റിബ്ലാവൻ്റെ ഇറങ്ങിച്ചെന്നിട്ടു കിന്നേരത്ത് കടലിൻ്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്നു ഉപ്പുകടലിങ്കൽ അവസാനിക്കണം. ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിൻ്റെ അതിറായിരിക്കണം. മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതു, നിങ്ങൾക്കു ചീട്ടിനാൽ അവകാശമായി ലഭിപ്പാനുള്ളതായി യഹോവ 9 ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതുതന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും താന്താങ്ങളുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിനും അവകാശം ലഭിച്ചതും കിഴക്കൻ പ്രദേശത്തു യെരിഹോവിന് കിഴക്കു യോർദാൻ അക്കരെയായിരുന്നു. പിന്നെ യഹോവ മോശെയോട് അരുളിച്ചെയ്തതു, നിങ്ങൾക്ക് ദേശം വിഭാഗിച്ചു തരേണ്ടുന്നവരുടെ പേരുകൾ ആവിതു. പുരോഹിതനായ എലയാസാരും നൂൻ്റെ മകനായ യോശുവയും. ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിനു നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെല്ലാമെന്നാൽ, യഹൂദാ ഗോത്രത്തിൽ യെഫുന്നെയുടെ മകൻ കാലേബ്. ശിമെയോൻ ഗോത്രത്തിൽ അമ്മീഹൂദിൻ്റെ മകൻ ശമൂവേൽ. ബെന്യാമിൻ ഗോത്രത്തിൽ കിസ്ലോൻ്റെ മകൻ എലീദാദ്. ദാൻ ഗോത്രത്തിൽ നിന്നുള്ള പ്രഭു യോഗ്ലിയുടെ മകൻ ബുക്കി. യോസേഫിൻ്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിൽ നിന്നുള്ള പ്രഭു യെഫൂദിൻ്റെ മകൻ ഹനീയേൽ. എഫ്രയീം ഗോത്രത്തിൽ നിന്നുള്ള പ്രഭു ഷിഫ്താൻ്റെ മകൻ കെമൂവേൽ. സെബൂലൂൻ ഗോത്രത്തിൽ നിന്നുള്ള പ്രഭു പാർനാക്കിൻ്റെ മകൻ എലീസാഫാൻ. ഇസ്സാഖാർ ഗോത്രത്തിൽ നിന്നുള്ള പ്രഭു അസാൻ്റെ മകൻ പൽത്തിയേൽ. ആശേർ ഗോത്രത്തിൽ നിന്നുള്ള പ്രഭു ശെലോമിയുടെ പുത്രൻ അഹീദൂദ്. നഫ്താലി ഗോത്രത്തിൽ നിന്നുള്ള പ്രഭു അമ്മീഹൂദിൻ്റെ മകൻ പെദഹേൽ. ഇസ്രായേൽ മക്കൾക്കു കാനാൻ ദേശത്തു അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. പാർക്കുമോ.